കൊല്ലത്തെ അഷ്ടമുടിക്കായലിന്റെ തീരത്ത് കശുവണ്ടി വ്യവസായത്തിന്റെ രാജാവായിരുന്ന ജനാർദ്ദൻ പിള്ളയുടെ മകനായി ജനിക്കുമ്പോൾ രാജൻ പിള്ളയ്ക്ക് മുന്നിൽ സകല സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ രാജൻ ഒരു സാധാരണ സമ്പന്ന പുത്രനായിരുന്നില്ല. കൊല്ലം ഇൻഫന്റ് ജീസസ് സ്കൂളിലെ പഠനകാലത്ത് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ അദ്ദേഹം പഠിച്ചു. മുതിർന്നപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയത് അച്ഛന്റെ ബിസിനസ് നോക്കി നടത്താനായിരുന്നില്ല, മറിച്ച് ലോകം കീഴടക്കുവാനുള്ള സാങ്കേതിക ബുദ്ധി വളർത്താനായിരുന്നു. അച്ഛൻ കശുവണ്ടിയിൽ തീർത്ത സാമ്രാജ്യം അദ്ദേഹത്തിന് ഒരു തുടക്കം മാത്രമായിരുന്നു, ലക്ഷ്യമല്ലായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് 1970-കളിൽ വെറും 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പറന്നു. അവിടെ ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുവാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് ലഘുഭക്ഷണങ്ങളുടെ വിപണിയാണ്. 24th ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ കമ്പനി തുടങ്ങി. ആദ്യമൊക്കെ പാക്ക് ചെയ്ത നിലക്കടയും ചിപ്സും വിൽക്കുവാൻ അദ്ദേഹം നേരിട്ട് ഇറങ്ങി തിരിച്ചു. ഒരു സാധാരണ സെയിൽസ്മാനെ പോലെ കടകൾ തോറും കയറിയിറങ്ങി. ഒലെ എന്ന ബ്രാൻഡ് സിംഗപ്പൂരിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിറയുമ്പോൾ അതിനു പിന്നിൽ ഒരു മലയാളിയുടെ ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു. ആരും തളർത്തുവാൻ കഴിയാത്ത ആത്മവിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. ബാക്കിയും എപ്പോഴും ധൈര്യശാലികളെ തുണയ്ക്കും. 1980-കളിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു നീക്കം അദ്ദേഹം നടത്തി. ആഗോള ഭീമനായ നബിസ്കോയുടെ ഏഷ്യൻ ബിസിനസ് വാങ്ങുവാൻ രാജൻ പിള്ള മുന്നോട്ട് വന്നു. ഒരു മലയാളിക്ക് ഇത് സാധിക്കുമോ എന്ന് സംശയിച്ചവർക്ക് മുന്നിൽ തന്റെ 34-ാം വയസ്സിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് കമ്പനിയായ ബ്രിട്ടാനിയുടെ തലപ്പത്ത് അദ്ദേഹം ഇരുന്നു. സിംഗപ്പൂർ മുതൽ സിംബാബ്വെ വരെ വ്യാപിച്ചു കിടന്ന ഒരു ബിസിനസ് സാമ്രാജ്യം. സ്വന്തം ലിയർ ജെറ്റ് വിമാനത്തിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുമ്പോൾ അദ്ദേഹം വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല, ഇന്ത്യക്കാരൻ്റെ ഒരു അഭിമാനമായിരുന്നു. ലോകത്തെ പ്രമുഖ മാസികകൾ അദ്ദേഹത്തിന്റെ വിജയഗാഥകൾ കവർ സ്റ്റോറിയാക്കി. പക്ഷേ ഇത് അധികകാലം നീണ്ടു നിന്നില്ല. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ചതിയുടെ വേരുകൾ അദ്ദേഹത്തെ ചുറ്റിപ്പിടിച്ചത്. ബിസിനസിന് പങ്കാളികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കോടതികളിലെത്തി. സിംഗപ്പൂർ സർക്കാർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ നീതി ലഭിക്കില്ലെന്ന് ബോധ്യമായ രാജൻ 1995-ൽ ഇന്ത്യയിലേക്ക് മടങ്ങി. പക്ഷേ തന്റെ മാതൃരാജ്യം തനിക്ക് സുരക്ഷ നൽകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റിപ്പോയത്. ജൂലൈ 4-ന് ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ശാരീരികമായി വളരെ അവശനായിരുന്നു. ലിവർ സിറോസിസ് എന്ന മാരക രോഗത്തോട് അദ്ദേഹം മല്ലിടുകയായിരുന്നു. തീഹാർ ജയിൽ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് ആ ശതകോടീശ്വരൻ കരഞ്ഞു പറഞ്ഞു, എന്നെ കൊല്ലാതെ കൊല്ലരുത്, എനിക്ക് ചികിത്സ വേണം. ലോകത്തിന്റെ ഏതു കോണിലും പറന്നെത്താൻ വിമാനങ്ങളുണ്ടായിരുന്ന കോടികൾ സമ്പാദിച്ച ആ മനുഷ്യന് ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കുവാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. ജൂലൈ 7-ന് ശ്വാസനാളത്തിൽ രക്തം കട്ടപ്പിടിച്ച് ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ആഡംബരത്തിന്റെ ഉച്ചകോടിയിൽ നിന്നൊരാൾ ഇന്ത്യൻ ജയിൽ സംവിധാനത്തിന്റെ അനാസ്ഥകൾ മൂലം ഇല്ലാണ്ടായി. പിന്നീട് രാജൻ പിള്ളയുടെ മരണം ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് ഒരു കണ്ണ് തുറപ്പിക്കലായിരുന്നു. ജയിലുകളിൽ 24 മണിക്കൂർ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കിയത് ആ മരണത്തിന് ശേഷമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ രാജ്മോഹൻ പിള്ളയിലൂടെ ബീറ്റ ഗ്രൂപ്പ് ആവേശത്തോടെ മുന്നേറുന്നു. 20 രാജ്യങ്ങളിൽ ശാഖകളുള്ള 2500 കോടി രൂപയുടെ ഈ പ്രസ്ഥാനം രാജൻ പിള്ള എന്ന പേര് ജ്വലിപ്പിച്ചു നിർത്തുന്നു. രാജൻ പിള്ളയുടെ കഥ നമ്മോട് പറയുന്നത് ഒന്നാണ്: ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതല്ല, നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. ഒരു സാധാരണ കൊല്ലംകാരിൽ നിന്ന് ആഗോള ബിസ്ക്കറ്റ് രാജാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഏതൊരു സംരംഭകനും ഒരു വലിയ പാഠപുസ്തകമാണ്. ആ പാരമ്പര്യം ഇന്ന് അവസാനിച്ചിട്ടില്ല. അത് ഓരോ മലയാളി സംരംഭകനിലൂടെയും ഇന്നും ജീവിക്കുന്നു. നന്ദി.